തമിഴകത്ത് നിന്ന് ഉയരുന്നത് വിങ്ങലിന്റെ അലയൊളികൾ മാത്രം. ഇന്നലെ TVKയുടെ സമ്മേളനം കവർന്നത് 39 പേരുടെ ജീവനുകളാണ്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെയുണ്ട്. ഏതാണ്ട് 111 പേരാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. 1000 പേർ പങ്കെടുക്കേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നത് 2 ലക്ഷത്തിലധികം പേരാണ് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയേറെ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥലത്ത് സംഘടിപ്പിച്ച റാലി ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. രാവിലെ വിജയ് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എത്തിച്ചേർന്നത് രാത്രിയോടെ. ആ നേരം കൊണ്ട് കാത്തിരുന്നവരൊക്കെ ഏതാണ്ട് തളർന്ന സ്ഥിതിയുമായിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ തളർന്നു വീണത് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം വെള്ളക്കുപ്പികൾ എടുത്ത് എറിഞ്ഞു. ഇത് പിടിക്കാനുള്ള ശ്രമങ്ങളിൽ തിക്കും തിരക്കും വർദ്ധിച്ചു. ആദ്യം സിനിമാ ഡയലോഗ് എന്ന പോലെ തളർന്നു വീണവർക്ക് നമ്മുടെ കൊടി വെച്ച ആംബുലൻസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് ഡയലോഗിലൊന്നും നിൽക്കാത്ത അവസ്ഥയായി. യോഗത്തിന് അന്തിമ അനുമതി കൊടുക്കുന്നത് 1-2 ദിവസം മുൻപ് എന്നാണ് വിവരം. എന്തായാലും റാലി ദുരന്തത്തിൽ കലാശിച്ചതിൽ തമിഴക വെട്രിക്കഴകം നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി VP മതിയഴകൻ അടക്കമുള്ളവർക്കെതിരെ 4 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നടൻ വിജയ്ക്കെതിരെയും കേസെടുക്കുമെന്നാണ് വിവരം. അപകടത്തിന് പിന്നാലെ വിജയ്ക്കെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത്. ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു എക്സ് പോസ്റ്റ് അല്ലാതെ വിജയുടെ ഭാഗത്തു നിന്ന് മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നതും രോഷം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രശ്നമുണ്ടായ ഉടൻ തന്റെ കാര്യം നോക്കി വിജയ് പോയതായും ജനങ്ങൾ പരാതിപ്പെടുന്നു. സംഭവം ഉണ്ടായതിന് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടും വിജയ്യോ TVKയിലെ പ്രവർത്തകരോ പരിക്കേറ്റവരെ സന്ദർശിക്കാൻ എത്തിച്ചേർന്നിട്ടില്ല എന്നതും ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തമിഴ്നാട് DGP വെങ്കട്ടരാമൻ ഉൾപ്പെടെയുള്ളവർ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ജനസാഗരത്തെ നിയന്ത്രിക്കാനും വിധം എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ അവിടെ നടന്നോ എന്നത് ചോദ്യചിഹ്നമാണ്. 1-2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ജനങ്ങൾ കൊണ്ടുവന്നത് അവരെ വോട്ട് ചെയ്യിപ്പിക്കാനോ രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം കേൾപ്പിക്കാനോ ആയിരുന്നില്ല, മറിച്ച് വിജയ് എന്ന സിനിമാ താരത്തോടുള്ള ആരാധന കൊണ്ടായിരുന്നു. എന്തായാലും ഏകോപനത്തിലെ പാളിച്ചകൾ തന്നെയാണ് മഹാദുരന്തത്തിന് ഇടയാക്കിയതെന്നത് വ്യക്തമാണ്. പരിപാടികൾ സംഘടിപ്പിക്കുന്നവരുടെയും സുരക്ഷാ വീഴ്ചകളുടെയും അഭാവം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കൂട്ട ദുരന്തത്തിലേക്ക് നയിച്ചിരുന്നു. വെള്ളി വെളിച്ചത്തിൽ താരത്തെ കാണാൻ പൊടിക്കുഞ്ഞുങ്ങളെ പോലും വാരിയെടുത്ത് ആരാധകർ പറന്നെത്തിയപ്പോൾ നഷ്ടമായത് പലർക്കും അവരുടെ ജീവനുകൾ തന്നെയായിരുന്നു. എന്തായാലും വിജയുടെ ഭാഗത്തു നിന്നുള്ള മാത്രം തെറ്റാണോ അതോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കൂടിയാണോ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നത് വ്യക്തമാകണമെങ്കിൽ സമഗ്ര അന്വേഷണം തന്നെ വേണ്ടിവരും.